ഹിന്ദിയിലെയും തമിഴിലെയും യുവതരംഗം മലയാളത്തിൽ മലയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കാരണം ഞാൻ ബോഡിയൊക്കെ കാണിച്ചിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നു, ആ ഒരു സാധനം ഇവിടെയും വരുവാണ് എന്നൊക്കെ ഉള്ളൊരു അവർ പറഞ്ഞു തരുന്നല്ലോ. ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ കൂടുതൽ സാധിക്കുമായിരിക്കും. പക്ഷെ നമ്മുടേതായ ഒരു സംഭവനത്തില്ലാതെ ഒരു ആക്ടറും ഒരു നന്മമരമായതാ. സർക്കസിലൊരു ഒരു ആർട്ടിസ്റ്റ് ഒരു മാസത്തോളം തൊടുപുഴ എൻ്റെ നാട്ടിൽ വന്ന് നിൽക്കുകയും ഒന്നുമില്ല പുള്ളിയുടെ കൂടെയൊക്കെ ആ ചെറിയ ചെറിയ നമ്പറുകളൊക്കെ. പക്ഷെ അത് അന്ന് സിനിമയിൽ ഞാൻ അങ്ങനെ ഒരുപാട് നമ്പറുകളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ അയാളായിട്ടുള്ള സഹവാസമൊക്കെ ഒരുപാട് ഗുണം ചെയ്തു. ഇപ്പൊ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തല്ലോ ജോക്കർ എന്ന് പറയുന്ന സിനിമ, സുധീർ മിശ്ര. അതെ, ആളുടെ അതൊരു പെർഫോമർ കൂടെയാണല്ലോ. ഇപ്പം ഒരു സർക്കസ് വേദിയിൽ ആളുടെ ശരീരം കൊണ്ട് ത്രൂ ഔട്ട് അതിനകത്ത് ഇമ്പാക്ട് കൊടുക്കേണ്ട ഒരാൾ കൂടെയാണ്. ആളുടെ ബോഡി അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആണ്, ആളുടെ മൂവ്മെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഇറങ്ങിയ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം കൂടെ ഉണ്ട്. അത്തരം ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതെ, അത് ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്ത് ഇറങ്ങിയൊരു പോസ്റ്റർ, ഈ എന്താ പറയുക, മലയാളത്തിൽ അല്ല ഹിന്ദിയിലെയും തമിഴിലെയും യുവതരംഗം മലയാളത്തിൽ മലയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കാരണം ഞാൻ ബോഡിയൊക്കെ കാണിച്ചിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നു, ആ ഒരു സാധനം ഇവിടെയും വരുവാണ് എന്നൊക്കെ ഉള്ളൊരു അവർക്കൊരു ഭീഷണി കൊടുത്തു. അതെ, പുതിയൊരു ആളത് വരുന്നുണ്ടെന്നുണ്ട്. പക്ഷെ ആ ഒരു ഭീഷണി അങ്ങോട്ട് കൊടുക്കാനേ പറ്റും. അതെ, ജോക്കർ പക്ഷെ അത് തീർച്ചയായിട്ടും നല്ല എടുത്ത് പറയേണ്ട. തീർച്ചയായിട്ടും. അയ്യോ, അതെ അതെ, ഒരുപാട് ക്യാരക്ടറാണ്, നല്ല പവർഫുൾ ക്യാരക്ടർ. അതെ അതെ, ഒരു മലയാളം. അതൊരു പരിശീലനം ഉണ്ടായിരുന്നോ? അയ്യോ അതെ, സാറ് എന്താ പറയാ, ഒരു സർക്കസ് സർക്കസിലൊരു ആർട്ടിസ്റ്റ് ഒരു മാസത്തോളം തൊടുപുഴ എൻ്റെ നാട്ടിൽ വന്ന് നിൽക്കുകയും ഒന്നുമില്ല പുള്ളിയുടെ കൂടെയൊക്കെ ആ ചെറിയ ചെറിയ നമ്പറുകളൊക്കെ. പക്ഷെ അത് അന്ന് സിനിമയിൽ ഞാൻ അങ്ങനെ ഒരുപാട് നമ്പറുകളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ അയാളായിട്ടുള്ള സഹവാസമൊക്കെ ഒരുപാട് ഗുണം ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ അതെ, സാറിൻ്റെ കൂടെ സാറാ കഥാപാത്രത്തിനെ വളരെ കൃത്യമായി പറഞ്ഞു തരികയും, സത്യം പറഞ്ഞ സാർ അഭിനയിച്ച് കാണിച്ചത് നോക്കി ഞാൻ അതുപോലെ അങ്ങ് അഭിനയിച്ചു എന്നേ ഉള്ളൂ. അതില് എന്റേതായിട്ടുള്ള യാതൊരു, സാറ് പറഞ്ഞു തന്ന അതേപോലെ ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും സൂപ്പർ ആയതിന്. അതൊരു ശ്രമം നടത്തിയതാണ്. അല്ല, അത് സഹായം ഉണ്ടാക്കില്ല. നമ്മുടേതായ ഒരു ടാലന്റ് ഉള്ളിൽ ഇല്ലാതെ ഒരിക്കലും അത് ചെയ്യാൻ ശരിയാവില്ല. പിന്നെ അല്ലേ, അവർ പറഞ്ഞു തരുന്നല്ലോ. ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ കൂടുതൽ സാധിക്കുമായിരിക്കും. പക്ഷെ നമ്മുടേതായ ഒരു സംഭവനത്തില്ലാതെ ഒരു ആക്ടറും ഒരു നന്മമരമായതാ. അതിനകത്തൊരു സീനുണ്ട്, അതായത് സർക്കസ് കണ്ടുകൊണ്ട് നിൽക്കുന്നു, അപ്പൊ വായില് സിഗരറ്റ് വെച്ച്, അപ്പൊ ഈ സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഒരു സ്പോട്ടിലേക്ക് നോക്കണം ഞാൻ. അതായത് അവിടെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ നോക്കുന്നതിന് വരെ സിഗരറ്റ് വായിലുണ്ട്. ഈ നോട്ടവും കത്തിക്കലും ഒരുമിച്ചായിരിക്കണം, കത്തണം അവിടെ. അതായത് ഇങ്ങനെ, അതായത് അപ്പോഴേക്ക് സിഗരറ്റ് കത്തിയിരിക്കണം, എന്റെ ലുക്ക് അവിടെ എത്തിയിരിക്കണം. ഇത് ലുക്ക് പോകും, പിന്നെ ഇത് വരും, ഇത് ആകട്ടെ. സാറ് വളരെ കൂടുതൽ ഇത്രയേ ഉള്ളൂ, ഇത് കണ്ടില്ല അതങ്ങാണ്ട് 10-35 ഡേക്കോ ആദ്യമായിട്ടൊക്കെ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവും. അതെ, ആ ഒരു ശ്രമം. അതെ, അതും അതെ, ഞാൻ പറഞ്ഞു വന്നു, സാർ അത്ര നന്നായിട്ട് ആ കഥാപാത്രത്തിനെ നമുക്ക്, പുള്ളി ഇങ്ങനെയാണ്. അതെ, ഈ ട്രെയിൻ ചെയ്യാൻ വന്ന പുള്ളി കത്തിയെറിയണൊക്കെയാണ്. കത്തിയെറിയുന്നതല്ല, പുള്ളി ചെറിയ ചെറിയ നമ്പറുകളൊക്കെ, വളരെ ചെറിയ ചെറിയ നമ്പറുകളും ഇങ്ങനെ ഓരോന്ന് കറക്കി പിടിക്കാനും. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആ പടത്തില് ചെയ്യുന്നില്ല. ഡാൻസ് മൂവ്മെന്റ്സ് അല്ലേ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു? അല്ല, അതിന് മറ്റേ ബൈക്ക്, മരണക്കിണർ, സർക്കസിലെ ആ സംഭവങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അതെ അതെ.